നിങ്ങളെല്ലാവരും വിചാരിക്കണ്ടാവും അമ്മ എന്തിനാ ഇപ്പം മുടി മൊട്ടയടിച്ചത്. പിന്നെ നമ്മൾ കുറച്ച് നാളുകളായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല. പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ, കമൻറ്റ് ബോക്സിൽ ഒരുപാട് സംശയങ്ങളുണ്ട്. അതിനെല്ലാം ഒരു മറുപടി ആയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതിലെല്ലാവരും ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, അമ്മയും മോനും ആണെന്നുള്ള എല്ലാവരും ചോദിക്കായിരുന്നു. ശരിക്കും ഞങ്ങൾ അമ്മയും മോനും അല്ല, ഞാൻ മരുമോനാണ്, കലാമയുടെ മരുമോനാണ്. കലാമയൊക്കെ നേരത്തെ താമസിച്ചിട്ട് ചെറുതോണിയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് 2018 പ്രളയത്തിൻ്റെ ടൈം ആയി കഴിഞ്ഞപ്പോഴാണ് വീടിൻ്റെ പുറകിലായിട്ട് മണ്ണൊക്കെ ഇടിഞ്ഞ് വീണ് ഇതിനോട് താമസിക്കാൻ പറ്റാത്ത അവസ്ഥയും. ചെറുതോണി സിറ്റിയുടെ ഒരു ഭാഗം തന്നെ ആ പ്രളയത്തിൻ്റെ സമയത്ത് ഫുള്ളായിട്ട് ഒലിച്ചു വേണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ചെറുതോണിയിൽ നിന്ന് പിന്നെ അവിടെ താമസിക്കാൻ പറ്റില്ല, പിന്നെ പുതിയൊരു സ്ഥലം കണ്ടുപിടിക്കണം. കുറച്ച് ഇനി ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കണം എന്നുള്ളൊരു ഇതിനകത്താണ് നമ്മൾ കുറച്ചുകൂടെ അകത്തായിട്ട് കയറി കുറച്ച് വീട് സ്ഥലം മേടിക്കണം എന്നുള്ളൊരു ഇത് ആലോചന വന്നത്. അതിനുശേഷം ഞങ്ങൾ പണ്ട് മണിയാറൻകുടിയിൽ ഒരുപാട് സ്ഥലം കണ്ടു. എൻ്റെ ലാസ്റ്റാണ് മണിയാറൻകുടിയിൽ വീട് സ്ഥലമായിട്ട് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് മാറുന്നത്. അതിനിടയിൽ ഞങ്ങൾ കുറച്ചാൾ ക്വാർട്ടേഴ്സിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു, KCBയുടെ ക്വാർട്ടേഴ്സിൽ. അന്ന് പ്രളയത്തിൽ വീട് പോയവരും KCBയിൽ ജീവനക്കാരില്ലാണ്ട് പ്രളയത്തിൽ വീട് പോയവരും ഒരുപാട് പേര് അന്ന് ക്വാർട്ടേഴ്സ് താമസിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ക്വാർട്ടേഴ്സിൽ നിന്ന് ഞങ്ങൾ വീട് മേടിച്ച് മണിയാറൻകുടിയിലായിട്ട് മാറുന്നത്. ഏകദേശം ഒരു 50 വർഷത്തോളം പഴക്കമുള്ളൊരു പഴയ വീടും സ്ഥലമാണ് മേടിച്ചത്. പിന്നെ ഒരുപാട് പേരുടെ സംശയമാണ്, നമുക്കവിടെ ഏക്കറാണെങ്കിൽ സ്ഥലമുണ്ടോ, എന്നൊക്കെയാണ് കൃഷി ചെയ്യണേ, കൃഷിയുടെ വിത്ത് തരൂ. അതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മണിയാറൻകുടിയിൽ നമുക്ക് 13 സെൻറ്റ് സ്ഥലവും വീടും മാത്രമാണ് നിലവിലുള്ളത്. അവിടെ അങ്ങനെ കറക്റ്റ് അമ്മ അങ്ങനെ പണ്ട് മുതലേ കൃഷി ചെയ്തൊരു ശീലമുള്ള ഒരാളൊന്നുമല്ല. നമുക്ക് അവിടെ സ്ഥലം ഇതിനു മുമ്പ് അങ്ങനെ നമുക്ക് ഒരു അടുപ്പിച്ചടുപ്പിച്ച് വീടുകളിലെ ഒരു സ്ഥലത്താണ് നമ്മൾ ചെറുതോണി താമസിച്ചിട്ടിരുന്നത്. അപ്പം ഇത്രയും ഒരു പറമ്പൊക്കെ ഉള്ള ഒരു വീട്ടിലായിട്ട് ആദ്യമായിട്ടാണ് കലാമ താമസിക്കാനായിട്ട് വന്നത്. പിന്നെ അവിടെ കൃഷി അങ്ങനെ ഒരു അറേഞ്ച്ഡ് സെറ്റപ്പിൽ ചെയ്യാനോ ഇതൊന്നും പറ്റില്ല. പുള്ളിക്കാരത്തിൽ കണ്ണി കണ്ടതും എല്ലാമായിട്ട് അങ്ങനെ അങ്ങ് ഫുള്ളായിട്ട് കൃഷി ചെയ്യണം. നമുക്ക് നടക്കാൻ പോലും സ്ഥലമില്ലാതെ കയ്യിൽ കൃഷി ചെയ്യാതെ ഏതെങ്കിലും പറമ്പിൽ എവിടെയെങ്കിലും നടക്കുമ്പോൾ തന്നെ നമ്മുടെ അവിടെ ചവിട്ടില്ല, അവിടെ ഇന്ന നട്ടിട്ടുണ്ട്, ഇവിടെ ഇന്ന നട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എപ്പോഴും വഴക്ക് പറയാറുണ്ട്. അങ്ങനെ അതിന് തൊട്ട് മുമ്പ് വരെ കലാമ ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ്. ചെറിയ ചെറിയ ജോലികൾക്കൊക്കെ പോകുമായിരുന്നു. ആ ജോലിക്കൊക്കെ പോകുന്ന സമയത്താണ് കലാമയ്ക്ക് കൈയുടെ ഭാഗത്തായിട്ട് ലെഫ്റ്റ് സൈഡിൽ കൈയുടെ ഭാഗത്തായിട്ട് ഭയങ്കരമായിട്ട് കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കലാമ തന്നെ അറിയാണ്ട് കയ്യിൽ ചാടിപ്പോകും. തവി അല്ലെങ്കിൽ എന്തെങ്കിലും പിടിക്കാൻ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കയ്യിൽ ഫുള്ളായിട്ട് കലാമ പോലും അറിയാണ്ട് ചാടിപ്പോയായിരുന്നു. നമ്മൾ ആ ടൈമിലൊക്കെ ആശുപത്രി ചെല്ലുമ്പോൾ അവർ ടെസ്റ്റ് ചെയ്തെല്ലാം ചെയ്തിട്ട് അവർ ഹോർമോൺ ചേഞ്ച് ഉണ്ട് ശരീരത്തിൽ, അതുകൊണ്ടാണ് സംഭവിക്കണേ, വേറെ ഒന്നുമല്ല എന്ന് പറഞ്ഞ് നമ്മളെ ആ ടൈമിൽ പറഞ്ഞു വിടുമായിരുന്നു. അങ്ങനെ ആ ഹോർമോൺ ചേഞ്ചിൻ്റെ ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കുറേ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കണ്ട ഈ മുടി മൊട്ടയടിക്കുന്ന ഒരു അവസ്ഥയിലായിട്ട് ഉള്ളൊരു അസുഖത്തിലായിട്ട് നമ്മൾ ഇപ്പോൾ വന്നത്. അതെല്ലാം പറഞ്ഞതിന് മുമ്പ് നമ്മൾ ഈ വീഡിയോ ചെയ്യണം, സോഷ്യൽ മീഡിയയിൽ ഇടണം, അങ്ങനെ എല്ലാം ഒരു ഐഡിയ തോന്നുന്നത് ഫസ്റ്റ് നമ്മളൊരു വൈകുന്നേരം കുറച്ച് ക്ലിപ്പുകൾ എടുക്കാം, കുറച്ച് വീഡിയോ എടുക്കാം. നമുക്ക് അന്നെന്താ കപ്പ ഒഴുകണേൻ്റെ അങ്ങനെ എന്തൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് തോന്നിയൊരു ഐഡിയ ആണ് പിന്നീട് മുന്നോട്ട് ഇത്രയും കുറേ വീഡിയോസും കുറേ ആൾക്കാരെ അപ്രിസിയേഷനും എല്ലാം കിട്ടുന്ന വീഡിയോസും എല്ലാം ചെയ്യാൻ വേണ്ടി ഞങ്ങളെ മുന്നോട്ട് നയിച്ചു. അങ്ങനെ നമ്മളിട്ടൊരു 2-3 വീഡിയോ അത്യാവശ്യം നമ്മൾ പോലും തമാശയ്ക്ക് തുടങ്ങിയത് ഭയങ്കരമായിട്ട് ഒരു റീച്ചിലോട്ട് പോകും. ഒരുപാട് പേര് നമുക്ക് ആ റീല് കണ്ടിട്ട് മെസ്സേജ് അയക്കും, ഇത് നിങ്ങളാണോ ചെയ്യണേ, എവിടെയാണ്, അങ്ങനെ പറഞ്ഞ് ഒരുപാട് അപ്രിസിയേഷൻ കിട്ടി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം, നമുക്കിത് ഇനി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം, ഡെയിലി ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഒരു ഒന്നരാടം വെച്ചെങ്കിലും നമുക്ക് വീഡിയോ ഇടണം എന്നുള്ളൊരു ഇതിലായിട്ട് വന്നത്. പിന്നെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈമിൻ്റെ ഒരു പ്രശ്നത്തിലായിരുന്നു. എനിക്ക് ഇടുക്കിയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന 3 ദിവസമാണ്. ആ 3 ദിവസമാണ് ഞാൻ അമ്മയുടെ കൂടെ ഉള്ളത്. ആ 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ നാടായിട്ടുള്ള കോതമംഗലത്തായിട്ട് ഞാൻ തിരിച്ചു വരും. അപ്പോൾ ഈ 3 ദിവസം കൊണ്ട് നമ്മൾ മിനിമം ഒരു 6 വീഡിയോയെങ്കിലും എടുത്ത് കഴിഞ്ഞാൽ ആ ഒരു 1 വീക്കിനുള്ള വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വർക്ക്, വീഡിയോ എടുക്കൽ, എഡിറ്റ് ചെയ്യൽ അതൊക്കെ ആയിട്ട് ടൈമിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു ആദ്യകാലങ്ങളിൽ. പിന്നീട് നമ്മളത് അതിനോട് തന്നെ നമ്മൾ തന്നെ യൂസ്ഡായി. അതായത് നമ്മൾ രാവിലെ എണീക്കുന്നത് തന്നെ എന്തെങ്കിലും ഒരു പുതിയൊരു കണ്ടന്റ് ചെയ്യാനും വീഡിയോ ചെയ്യാനും, അല്ലെങ്കിൽ നമുക്ക് ഒരു കണ്ടന്റ് വേണ്ടി ഒരു കണ്ടന്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ രാവിലെ ഇരിക്കുന്ന നമ്മുടെ റൊട്ടീൻ തന്നെ ഒരു കണ്ടന്റ് ആയിരുന്നു. എവിടെ വെച്ചാലും ഫ്രെയിമുള്ള, ഇടുക്കി ആയതുകൊണ്ട് തന്നെ എവിടെ വെച്ചാലും ഫ്രെയിമുള്ള ഒരു അന്തരീക്ഷവും എല്ലാം നമുക്ക് ആ വീഡിയോ കൂടുതലും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചിട്ടുള്ളൂ.
അങ്ങനെ കുറച്ച് വീഡിയോ കഴിഞ്ഞോടുകൂടി കലാമേനെ അത്യാവശ്യം പുറത്ത് എവിടെയും നമ്മൾ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ കലാമേനെ അത്യാവശ്യം ചെറുതോണി ഇടുക്കി ഭാഗങ്ങളിലും നമ്മൾ ഇങ്ങോട്ട് എറണാകുളം ജില്ലയിൽ ഇപ്പം നമ്മൾ ലാസ്റ്റ് ഇപ്പം എൻ്റെ വീട്ടിലാണ് നമ്മൾ നിലവിലുള്ളത്. ഇവിടെയാണെങ്കിലും നമ്മൾ പുറത്തോട്ട് ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യണതും നന്നായിട്ടുണ്ട് വീഡിയോ. എവിടെയാ സ്ഥലം ശരിക്കും നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളെ പരിചയമുള്ളവരും ഒക്കെ നമ്മുടെ സംസാരിക്കണ പോലെയൊക്കെ സംസാരിക്കണം. നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. ഞങ്ങളെക്കാൾ ഒരു കലാമിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതിനകത്ത്. പിന്നെ നമ്മള് ചാമ്പങ്ങ പറിക്കണതും അത് ഇത് ജാം ഉണ്ടാക്കണതൊക്കെ ആയിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് പേര് കമന്റ് ഇട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കമന്റ് ഞങ്ങൾക്ക് തരുമെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേഴ്സണൽ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല ആൾക്കാരും അത് ഒരിക്കലും കിട്ടില്ല എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ മിക്കവാറും കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിലേക്ക് ആയിരിക്കും മിക്കവാറും മെസ്സേജാണ്. എന്നിട്ട് ഞങ്ങൾ അതിന് റിപ്ലൈ കൊടുക്കും. ആലുവരെ ഞാൻ ഒരു 3-4 പേർക്ക് ആലുവരെ ഇവിടെ നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് എത്തിച്ച്. ഈ ചാമയും നമ്മൾ കൊറിയർ അയച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം കഴിയുമ്പോൾ ഈ സാധനം ചീഞ്ഞു. പിന്നെ ഉള്ളൊരു വഴി എന്ന് വെച്ചാൽ ഉപ്പിലിട്ട് അയക്കാന്ന് മാത്രമേ ഉള്ളൂ. ചില്ല് ഇതിനകത്താക്കി ഉപ്പിലിട്ട് അയക്കാന്നുള്ള കൊറിയർ അയക്കാന്നുള്ള സാധ്യത മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. പിന്നെയുള്ളത് കൊണ്ട കൊടുക്കാനാണെങ്കിൽ നമുക്ക് അടുത്ത് ഇടുക്കിയ നിയറസ്റ്റ് ഏരിയയിലോ അങ്ങനെയാണ് നമുക്ക് ട്രാവൽ ചെയ്ത് കൊണ്ട കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ നമ്മൾ ആലുവയിൽ കൊണ്ട കൊടുക്കാൻ വേണ്ടി ചാമ്പങ്ങ കുറച്ച് എല്ലാം ക്ലീൻ ചെയ്ത് നമ്മളതെല്ലാം വൃത്തിയാക്കി അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞാണ് കൊണ്ടുപോകുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അത് പുറത്തേക്കുമ്പോൾ അയാൾ എൻ്റെ നേരെ ഇവർ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന രീതിയിൽ ഈ ആരെങ്കിലും അങ്ങനെ കൊണ്ടു കൊടുക്കോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കി ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് അവര് സാധനം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തിരിച്ച് മെസ്സേജ്, അതായത് ഒരു ലേഡിയാണ് നമുക്ക് മെസ്സേജ്, പുള്ളിക്കാരുടെ ഹസ്ബൻഡാണെന്ന് തോന്നുന്നു, അത് പിക്ക് ചെയ്യാൻ വേണ്ടി വന്നത്. അതിനുശേഷം സാധനം വീട്ടിൽ കിട്ടി, റീച്ചായി, അത് നന്നായിട്ടുണ്ട്, ഇത്രയും ഉരുക്കി ക്ലീൻ ചെയ്ത് ഇങ്ങനെ കാര്യം തന്നു വിടുമോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇമോഷണലായിട്ട് പുള്ളിക്കാരത്തി കുറേ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വളരെ സ്മൂത്തായിട്ട് നമ്മുടെ ജേർണി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് നമുക്ക് കേരളത്തിൽ പുറത്തുനിന്ന് നമുക്ക് ഒരുപാട് മെസ്സേജ് വരുമായിരുന്നു. നമുക്ക് അമ്മേനെ കാണാൻ അടിപൊളിയാണ്, അമ്മേനെ കാണാൻ എൻ്റെ അമ്മേനെ പോലെ ഉണ്ട്, അങ്ങനെ പറഞ്ഞ് ഒരുപാട് മെസ്സേജുകൾ നമുക്ക് കേരളത്തിന് പുറത്തുനിന്ന് വരുമായിരുന്നു. അങ്ങനെ അപ്രതീക്ഷിതമായിട്ടാണ് കഴിഞ്ഞ മാസം നമുക്ക് തമിഴ്നാട്ടിൽ ഒരു മെസ്സേജ് തന്നെ. ആദ്യം ഒരു യൂഷ്വൽ മെസ്സേജ് പോലെ തന്നെ ഞങ്ങളതും കരുതി, അമ്മേനെ പോലെ കാണാനുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ. പിന്നീട് ഒരു പെൺകുട്ടിയാണ് നമുക്ക് മെസ്സേജ്. ആ പെൺകുട്ടി അമ്മയുടെ കൂടെ നിൽക്കുന്ന ഒരു പഴയ ഫോട്ടോ അയച്ചപ്പോൾ ഞങ്ങൾ ശരിക്കും വണ്ടടിച്ച്, അമ്മയുടെ അതേ സിറോക്സ് കോപ്പി കലാമേനെ പോലെ തന്നെ ഇരിക്കുന്ന, കലാമേനെ പോലെ തന്നെയാണ് ആ പെൺകുട്ടിയുടെ അമ്മ ഇരിക്കുന്നത് കാണാൻ. അതിനുശേഷം പുള്ളിക്കാരത്തി അമ്മ കൂടെ ഇല്ല, ആ പെൺകുട്ടിയുടെ അമ്മ കൂടെ ഇല്ല, അമ്മ മരിച്ചത് ആണെന്ന് ഞങ്ങളത് ആദ്യം പറഞ്ഞായിരുന്നു. അതിനുശേഷം ആ പെൺകുട്ടി നമുക്കൊരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് ഇതിൻ്റെ കൂടെ വയ്ക്കാം. நான் உங்களோட வீடியோவை எங்கள் அண்ணனுக்கு காட்டினேன். காட்டிட்டு இவங்க பாரு நம்ம அம்மா மாதிரியே இருக்காங்க அப்படின்னு சொல்லிட்டு சொன்னேன்னா, எங்கள் அண்ணனும் வந்து ஆமாம் இவங்க பார்க்க அம்மா மாதிரியே இருக்காங்க அப்படின்னு சொல்லிட்டு சொன்னாங்க. நாங்கள் வந்து கண்டிப்பாக நான் உங்களை பார்க்க வரேன். അതിനുശേഷം ആ പെൺകുട്ടിയും പെൺകുട്ടിയുടെ ചേട്ടനും ഇനി ഈ മെയ് 18 തോന്നുന്നു ഇങ്ങോട്ട് വരുന്നുണ്ട്, കേരളത്തിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അമ്മേനെ എടുത്തിട്ട് അമ്മേനെ കാണാൻ വരുന്നുണ്ട് പറയാം. ആദ്യം നമ്മളൊരു യൂഷ്വൽ മെസ്സേജ് പോലെ കണ്ടിട്ട് അത് നമ്മളെ ഇത്രയും ഭയങ്കരമായിട്ട്, ഞാൻ അന്ന് മെസ്സേജ് കാണിച്ചു കൊടുത്തിട്ട് വോയിസ് മെസ്സേജ് കേൾപ്പിച്ചു കൊടുത്തിട്ട് കലാമ ഇവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ്. ശരിക്കും ആ വോയിസ് മെസ്സേജ് കിട്ടുമ്പോൾ എനിക്കും അത് ഭയങ്കരമായിട്ട് സങ്കടമായി. കാര്യം നമുക്ക് അങ്ങനെ ഒരാളില്ലാത്തൊരു വേദന മനസ്സിലാവണമെങ്കിൽ ആ ഒരു അവസ്ഥയിൽ കൂടെ പോകുന്ന ആൾക്ക് മാത്രമാണ് അങ്ങനെ ഒരു ആ ഒരു പെയിൻ മനസ്സിലാവത്തുള്ളൂ. നമ്മളിപ്പോൾ യൂട്യൂബിൽ ഏകദേശം ഒരു 30,000 സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തായി. നമ്മളങ്ങനെ ഒരു സന്തോഷമുള്ള മുഹൂർത്തത്തിലിരുന്നപ്പോഴാണ് കലാം ഇപ്പോൾ മുടി മുട്ടയടിക്കേണ്ട ഒരവസ്ഥയിലായിട്ടുള്ള ഒരു അസുഖം വന്നത്. കലാമ ഒറ്റയ്ക്ക് ഒരു യുദ്ധത്തിലേക്ക് കിടന്നിരിക്കുകയാണ്. നമ്മളെല്ലാം ജീവിതത്തിൽ നമ്മളെല്ലാം ഒറ്റയ്ക്ക് പോരാടേണ്ട ചില നിമിഷങ്ങളുണ്ടാവും. അത് പുറത്തുനിന്നുള്ളവർക്കും നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മാത്രം പറ്റുന്ന, നമ്മൾ ഒറ്റയ്ക്ക് തിരിച്ചു വരേണ്ട, ഒറ്റയ്ക്ക് പൊരുതി ജയിക്കേണ്ട ചില യുദ്ധങ്ങളുണ്ടാവും. അതേപോലെ ഒരു ചെറിയ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് കലാമ ഇപ്പോൾ വെക്കുന്നത്. കലാമയുടെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ആ കൈയുടെ ഇഷ്യൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ കലാമയുടെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സിംറ്റംസ് ആയിരുന്നു. അതൊക്കെ കലാമയ്ക്ക് ആ കൈയുടെ ഭാഗത്തുണ്ടായ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇഷ്യൂ ഒക്കെ ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു സിംറ്റം ആയിരുന്നു. നമ്മൾ ബയോപ്സി നമ്മൾ വിഷുവിന് മുമ്പ് അറിഞ്ഞാണ്. പക്ഷേ വിഷുവിന് നമ്മൾ ഒരുപാട് കസിൻസിനെ എല്ലാം വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കലാമെടുത്ത് പറയാനുള്ള ബുദ്ധിമുട്ട് ഡോക്ടറെ ഇൻഫോം ചെയ്ത് ഡോക്ടർ തന്നെ പറഞ്ഞു എന്നാലും ബുധനാഴ്ചയാണ് നമ്മൾ വിഷു ഉണ്ടായിരുന്നത്. വ്യാഴാഴ്ച ഡോക്ടറിനെ കാണാം
എന്തായാലും പോവാം, ഡോക്ടർ പറഞ്ഞ് ഞാൻ നേരിട്ട് സംസാരിച്ചോളാം. പിന്നെ അത്ര ഹാപ്പി ആയിട്ട് നമ്മൾ ഇതിനു വേണ്ടി ഒരുപാട് പ്രിപ്പറേഷൻ ചെയ്ത് വിഷു വരുവാണ്, എല്ലാം ചെയ്ത് ഇത്ര ഒരുക്കി വെച്ച് അത്ര ഹാപ്പി ആയിട്ട് നിൽക്കണ ഒരു ഇത് ഞാൻ ഭയങ്കരമായിട്ടുള്ളൊരു എന്താണ്, നമ്മൾ ഭയങ്കരമായിട്ട് മെന്റലി ഡൗൺ ആയിട്ട് ഇത് പറയാനും പറ്റത്തില്ല, അങ്ങനെ അവസരമായിട്ട് വന്നായിരുന്നു. പിന്നെ ഡോക്ടറാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞോളാം വ്യാഴാഴ്ച. അതിൽ ഞങ്ങൾ ആരും അറിയിച്ചില്ല. വിഷു എന്തായാലും ഹാപ്പി ആയിട്ട് എല്ലാവരും കസിൻസും എല്ലാവരും വന്ന് ഹാപ്പി ആയിട്ട് കൂടിയിട്ട് തിരിച്ചു പോട്ടെ, അതിനുശേഷം നമുക്കിത് പറഞ്ഞ് മനസ്സിലാക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ പറയാണ്ടിരുന്നത്. അതിനുശേഷം പിന്നീട് ഇപ്പം നമ്മൾ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ അവിടെയാണ് ഇപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ബാക്കി നടന്നുകൊണ്ടിരിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിപ്പോൾ മുടി മൊട്ടയടിച്ചാണ്. കലാമിക്ക് കീമോ സ്റ്റാർട്ട് ചെയ്യണം. ഇനിയിപ്പോൾ മൺഡേ കഴിഞ്ഞിട്ട് മൺഡേ ഡോക്ടർ പറയാൻ്റെ ഡേറ്റ് പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സാറ്റർഡേ ആണ് ഷൂട്ട് ചെയ്യുന്നത്. ഇനി വരുന്ന മൺഡേ ഡോക്ടർ പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ കീമോയുടെ ഡേറ്റ് 3 വീക്ക് കൂടുമ്പോൾ ഒരു ദിവസം എന്നുള്ള ഇതിന് 8 കീമോ ചെയ്യണമെന്നാണ് നമ്മൾ അടുത്ത നില പറയുന്നത്. അതിനുശേഷം സർജറി ബാക്കി കാര്യങ്ങൾ ഒക്കെ സംസാരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഡയഗ്നോസ് ചെയ്ത് ആദ്യം അറിഞ്ഞ് കലാമെടുത്ത് ഡോക്ടർ പറഞ്ഞതിന് ശേഷം നമ്മുടെ അടുത്തൊന്ന് ചോദിച്ച ആദ്യത്തെ ചോദ്യം നമ്മളിതെങ്ങനെ വീഡിയോ ചെയ്യും എന്നുള്ള ഇതാണ് ചോദിച്ചത്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴാണ് നമ്മൾ ഹാപ്പിയാണ് ആ കാര്യം, ബാക്കി എന്ത് നമുക്ക് വരുന്ന അസുഖങ്ങളെക്കാളും മേളിലാണ് എനിക്ക് ആ സമയത്ത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇത് വന്ന ബ്രസ്റ്റ് ക്യാൻസർ വന്ന ഒരുപാട് പേര് നമ്മുടെ അടുത്താണെങ്കിലും കസിൻസ് എൻ്റെ ഒരു കസിൻ വന്നിട്ട് ഇങ്ങനെ ഭേദമായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ ഉള്ള അന്വേഷിക്കുമ്പോൾ ഫസ്റ്റ് കീമോ കഴിയുമ്പോൾ മുതൽ നമ്മുടെ മുടി കുറേശ്ശെയായിട്ട് കൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ പോകുന്ന ഒരു വിഷമം നമ്മൾ ഒറ്റയടിക്ക് അങ്ങ് തീർത്ത് ഇതിനകത്താണ് ഇന്ന് പോയി മുട്ടയടിച്ചത്. ഇനിയിപ്പോൾ അതിൻ്റെ കാര്യത്തിൽ അത് പേടിക്കണ്ടല്ലോ, ഇത് ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞപ്പോൾ മുടി ഇതേപോലെ തന്നെ തിരിച്ചു വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞു. പിന്നെ ഇതിൻ്റെ ടെസ്റ്റിൻ്റെ സമയത്ത് ലാബിൽ ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. നമ്മൾ ലാബിൽ ബ്ലഡ് ടെസ്റ്റിൻ്റെ ഇതിനൊക്കെയാണെങ്കിൽ ലാബിലോട്ട് പോകുമ്പോഴൊക്കെ അവിടെ വർക്ക് ചെയ്യണവരും അവിടെ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നവരും എല്ലാവരും ഇവിടെ കലാമെടുത്ത് കണ്ടിട്ടുണ്ട്, വീഡിയോ കാണാറുണ്ട്, നല്ലതാണ്, എന്താണ് ഇവിടെ കാര്യങ്ങൾ അന്വേഷിക്കും ഒക്കെ ചെയ്യണത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. പിന്നെ നമ്മുടെ കസിൻസിൻ്റെ ഇടയിലാണെങ്കിലും ഒരുപാട് പേര് നമ്മുടെ കലാമയുടെ ഒരുപാട് കസിൻസ് കലാമയെ വിളിക്കും, ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്. ഇങ്ങനൊരു നമുക്കൊരു ഒരു സാധ്യത ഒരവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ വിളിച്ചെല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയണം. കുറേ പേര് നമുക്ക് പൈസ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് തികയോന്നറിയില്ല, എന്നാലും ഇതിരിക്കട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് കലാമിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുറത്തുള്ളൊരു എനിക്ക് ആ ഒരു സപ്പോർട്ടിൻ്റെ പുറത്താണ് കലാം ഇപ്പോഴും ഇത്ര ഹാപ്പി ആയിട്ട് നമുക്ക് ഈ അസുഖം ഉണ്ടെങ്കിൽ ഇതൊരു പ്രശ്നമല്ല, നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ മുന്നോട്ടാണെങ്കിലും ഞങ്ങൾ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അസുഖത്തിൻ്റെ വഴിക്ക് ഒന്ന് പോട്ടെ, നമ്മളെന്തായാലും ഇനിയിപ്പോൾ വീഡിയോ മുന്നോട്ട് ചെയ്യാമെന്നുള്ള പ്ലാനിൽ തന്നെയാണ് ഇരിക്കണം. നമ്മളെ ഏറ്റവും കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്, കാര്യങ്ങൾ അതൊക്കെ ചെയ്തു കൊടുക്കണം. നമുക്ക് കുറച്ച് ബ്രാൻഡായിട്ട് കുറച്ച് കൊളാബ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരാണെങ്കിലും ഞാനിത് അവർ ഇത്ര ഡേയ്സിനുള്ളിൽ ചെയ്യണമെന്നുള്ള ആദ്യ ഒരു എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ അവരൊരു ഇതുണ്ടായിരുന്നു. ഈ അസുഖം ഇത് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം ഞാൻ അവരെ ഇൻഫോം ചെയ്തു, നമുക്ക് കുറച്ച് സാവകാശം തന്നെ പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളതെന്ന് പ്ലാൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ. ചിലപ്പോൾ ഇത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ പേയ്മെൻറ്റ് തരാം എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ബ്രാൻഡുകളുടെ ഭാഗത്തുനിന്നും നമുക്ക് ഭയങ്കര പോസിറ്റീവുള്ള അതൊന്നും കുഴപ്പമില്ല, പ്രശ്നമില്ല, നിങ്ങൾക്ക് എന്നാണ് ചെയ്യാൻ പറ്റുക അന്ന് ചെയ്താൽ മതി, റെസ്റ്റ് എടുക്ക്, ഞങ്ങൾ പ്രാർത്ഥിക്കാം, എല്ലാം ഓക്കെ ആവട്ടെ, അമ്മ ഓക്കെ ആവട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് നമുക്ക് ഇങ്ങോട്ട് അവർ മെസ്സേജ് ചെയ്ത്. അപ്പം അങ്ങനെയുള്ള കുറച്ച് കമ്മിറ്റ്മെൻറ്റുകളുണ്ട് നമുക്കിത് ചെയ്ത് തീർക്കാൻ. അതും ഇതിൻ്റെ കൂടെ ചെയ്യണമെന്നാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഫിസിക്കലായിട്ട് എന്തെങ്കിലും ഡൗൺ ഇത് വന്നു കഴിഞ്ഞാലും ആ സമയത്ത് ഇനിയിപ്പോൾ എന്താണ് ഇത് ചെയ്യാൻ പറ്റുക എന്നൊന്നും അറിയില്ല, എന്നാലും ഇത് മുന്നോട്ട് തന്നെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം, എല്ലാവരും പ്രാർത്ഥിക്കണം കലാമയ്ക്ക് വേണ്ടി. അപ്പോൾ ഇതുവരെ നമ്മൾ ഇത്രയും ഇതായിട്ട് സപ്പോർട്ട് ചെയ്തതും ഇത്രയും സ്നേഹിച്ചതും നമ്മൾ അറിയണവരും അറിയില്ലാത്തവരായിട്ടുള്ള എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് ഉണ്ട് നമ്മുടെ ഭാഗത്ത് നിന്ന്. അല്ലേ വീക്കു? താങ്ക്സ് പറഞ്ഞേ.